SP.R. ശിവശങ്കർ താങ്കൾ നേരത്തെ കൈപൊക്കിയിരുന്നു. നമ്മുടെ ഹരിദാസ്, MK ഹരിദാസ് ഇതിൽ ഈ കത്തിലെ ഉള്ളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഉള്ള അഴിമതി അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അതിൽ മന്ത്രിമാരെയും CPM നേതാക്കളെയും സംശയിക്കേണ്ട എന്നൊരു അഭിപ്രായമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഈ വിവാദവും അതിൻ്റെ ആയുസ്സും 1-2 ദിവസം കൊണ്ട് തീരുമോ? ശ്രീ MK ഹരിദാസിനെ പോലുള്ള ഒരു മുതിർന്ന നിരീക്ഷകന്റെ പല നിരീക്ഷണങ്ങളോടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോടും പലകുറി യോജിച്ച ആളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളോട് എനിക്കൊരല്പം വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഈ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം വസ്തുതകളാണോ പറഞ്ഞത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ ഭാഗം ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഊഹാപോഹങ്ങളാണ് കത്തിലെ പല കാര്യം എന്ന് പറയുന്നു. അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ 5 ഉദാഹരണങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സമയക്കുറവ് എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും അതിനെക്കുറിച്ച് പറയാം. ഒന്ന്, അദ്ദേഹം ഈ കത്തിൽ പറയുന്ന ഫെഡറൽ ബാങ്ക് വിഷയം, ഈ ഫെഡറൽ ബാങ്ക് വിഷയത്തിൽ ഇത്തരം ആരോപണങ്ങൾ ആദ്യമായിട്ടല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പും ഈ കത്തും ഈ കത്തിന്റെ ഫെഡറൽ ബാങ്ക് വിഷയമായിട്ടും വന്നിരുന്നു. അന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അന്നത്തെ ഫിനാൻസ് മന്ത്രിക്കോ ഞാൻ ഇങ്ങനെ വ്യക്തിപരമായി ഒരു ഫെഡറൽ ബാങ്കിലെ ഒരു ലോണിന്റെ ആവശ്യത്തിന് ഇടപെട്ടിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ കത്ത് വന്നതിന് ശേഷം ഇന്നോ ഇന്നലെയോ എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള സമയമോ ഫേസ്ബുക്കിൽ കുറിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല. 2, ഹരിദാസിക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ CPM പ്രവർത്തകരായിട്ട് നല്ല ബന്ധമുണ്ട്. കുറെ പേര് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറെ പേര് ഇപ്പോഴും ലോൺ എടുക്കാനും ലോൺ കെട്ടിട്ട് ബാങ്കിൽ നിന്നുള്ള പ്രശ്നവുമായിട്ട് നടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ആരും ഫിനാൻസ് മിനിസ്റ്റർ പോയിട്ട് ജില്ലാ സെക്രട്ടറി പോലും വിളിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു ചെറിയ ബന്ധത്തിന്റെ പേരിലല്ല എന്ന് നമുക്ക് ഒരു ഊഹാപോഹവുമില്ല വിശ്വസിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്നെങ്കിലും ശ്രീ ഫിനാൻസ് മിനിസ്റ്ററായ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ഈ പറയുന്ന ഒരു എതിർപ്പ് പ്രകടിപ്പിക്കണം, തെറ്റാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാവണം. 2, അദ്ദേഹം പറയുന്ന ഈ കിങ്ഡം സെക്യൂരിറ്റീസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടന്നിട്ടുണ്ട് വലിയ രീതിയിൽ. ഇദ്ദേഹം പറഞ്ഞത് 50 ലക്ഷം രൂപ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടന്നു. അതിന്റെ ഷെയറിംഗിൽ 43-51% ഷെയറിംഗിലുള്ള ക്രമക്കേട് പറയുന്നുണ്ട്. ഏതായാലും മദ്രാസിലെ DGP ഇടപെട്ടിട്ട് ആ കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകൾ വേണം. അത് മാത്രമല്ല, AR റഹ്മാനിന്റെ ഓഫീസും AVM സ്റ്റുഡിയോസും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മാച്ചും അടക്കം സെക്യൂരിറ്റി ആക്ടിലേക്ക് സെക്യൂരിറ്റി ചെയ്യാൻ, മാൻ പവർ സെക്യൂരിറ്റി കൊടുക്കുവാനായിട്ട് ഈ കമ്പനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഞാൻ കണ്ടിട്ടില്ല, ഇംഗ്ലണ്ട് ബേസ്ഡ് കമ്പനിക്ക് പോലും. അതുകൊണ്ട് അതല്ലെങ്കിൽ തന്നെ കേരളത്തിലും എറണാകുളത്തും ഇന്ത്യയിലുമെല്ലാം ഇതിനേക്കാൾ വലിയ സെക്യൂരിറ്റി കമ്പനികൾ ഉണ്ടാവുകയും ഇവർക്ക് എങ്ങനെ ഇത് കിട്ടി എന്നുള്ള ആരോപണവും അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഒരു സംശയത്തിന്റെ മുനയും ഇവിടെ ഉണ്ട്. സാമ്പത്തികമായ ആരോപണമുണ്ട്, ക്രമക്കേടുണ്ട്, ഫെമ അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് അത് അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ ഇത്തരം കമ്പനികൾ എങ്ങനെയാണ്, ഈ ചെറിയ കമ്പനിക്ക് അല്ലെങ്കിൽ തുടങ്ങിയ കമ്പനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റെയിൽവേ ഒരു ഓഫീസറായിരുന്ന, ലാസ്റ്റ് ഗ്രേഡ് ഓഫീസറായിരുന്ന അച്യുതൻ നായർക്ക് എങ്ങനെയാണ് ഇത്ര വലിയ കമ്പനി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കമ്പനി തുടർന്ന് സെക്യൂരിറ്റി ഏജൻസി ഒരു നടത്തുവാനുള്ള ഇവിടെ കേണൽമാരും IG-മാരും DGP-മാരും നടത്തുന്ന സെക്യൂരിറ്റി കമ്പനിക്ക് കഷ്ടപ്പെട്ട് കിട്ടുന്നില്ല. 3, ഈ പറയുന്ന സ്ത്രീ, ഞാൻ അവരുടെ വ്യക്തിപരമായി ഞാനൊന്നും പറയുന്നില്ല, ഒരു 100 ഈ സിനിമാ സംവിധായകരെ, എക്സ്പീരിയൻസ് ഉള്ള സംവിധായകരെയും സഹസംവിധായകരെയും ഞാൻ ഇന്ന് പേരെടുത്ത് പറഞ്ഞുതരാം. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിരന്ന് നടക്കുന്ന 100 കണക്കിന് സംവിധായകരുണ്ട്, സഹസംവിധായകരുണ്ട്. ഈ പെൺകുട്ടിക്ക് എന്ത് എക്സ്പീരിയൻസിന്റെ പേരിലാണ് മമ്മൂട്ടിയുടെ സിനിമയും ഇത്ര വലിയ ഫണ്ടേഴ്സിനും കിട്ടുന്നത്? എനിക്കറിയാം, പല സംവിധായകരും സഹസംവിധായകരും പണം കിട്ടാത്ത നിർമ്മാതാക്കളില്ലാണ്ട് തേരാപ്പാര നടക്കുന്നുണ്ട്. നല്ല കഥകൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഉയരെ പോലുള്ള സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇത്തരം സംവിധാനം ചെയ്യുവാനുള്ള അവസരം കിട്ടുന്നത് ഭാഗ്യമായിരിക്കാം. പക്ഷേ അത്തരം ഭാഗ്യങ്ങൾക്ക് പുറകിൽ ഒരു ഭർത്താവ് പറയുന്ന കഥകൾ കൂടി അംഗീകരിക്കണം. സിനിമാ മേഖലയിൽ അതൊക്കെ അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് സിനിമ. പക്ഷേ അത്തരം അത്ഭുതങ്ങൾക്കെതിരെ നടപടി വരുമ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഇനിയും അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കണം.
അത്തരത്തിലുള്ള ക്വാളിഫൈഡ് സിനിമകൾ, ഹൈലി എന്താ പറയാ ക്രിട്ടിക്കൽ അവാർഡൊക്കെ കിട്ടുന്ന സിനിമകൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതിലും സംശയമുണ്ട്. 4, ഏറ്റവും പ്രധാനം ഈ ശുചിത്വ സാഗരം എന്നുള്ള പദ്ധതി, ആഴക്കടൽ പദ്ധതി. എന്തുകൊണ്ടാണ് മേഴ്സിക്കുട്ടി അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തിയല്ലോ? ഒരു പത്രസമ്മേളനത്തിന് ലണ്ടൻ ബേസ്ഡ് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആർ കമ്മിങ് ടു കേരള ടു ലേൺ അബൌട്ട് ദ ഇന്ത്യൻ ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ചും ഇവിടുത്തെ മറൈൻ ടെക്നോളജിയെ കുറിച്ചും എന്നൊക്കെ പറഞ്ഞ് ദീർഘമായ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആരാ വന്നത്? ഈ രണ്ടുപേരും ലണ്ടനിൽ നിന്നുള്ള ഒരു മനുഷ്യനും ഇറ്റ്സ് എ പേപ്പർ കമ്പനി എന്ന് ഇദ്ദേഹം പറയുന്നു. മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് പറഞ്ഞോടെ ഇറ്റ് വാസ് നോട്ട് എ പേപ്പർ കമ്പനി, ദേ ആർ ദ എക്സ്പീരിയൻസ്ഡ് വൺ, ദേ ഹാവ് ദിസ് മച്ച് ഓഫ് ഡീറ്റെയിൽസ്. ഇപ്പോഴത്തെ ഒരു ഫിഷറീസ് മിനിസ്റ്റർക്ക് പറയാലോ, ആ കമ്പനി പേപ്പർ കമ്പനി ആയിരുന്നില്ല. അന്ന് വന്നവരെ ഏറ്റവും ഇവിടുത്തെ മത്സ്യ മേഖലയെ കുറിച്ച് ആഴമായി പഠിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറുള്ള EYയുടെയോ PWCയുടെ ഒക്കെ പിന്തുണയുള്ള വലിയ കമ്പനിയാന്ന് പറയാറുന്നല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതും തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാമല്ലോ. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുവെന്നും അത് ചില ആളുകൾക്ക് പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തെന്നും പറയുമ്പോൾ ഇതാ എന്റെ ബാങ്ക് അക്കൗണ്ട്, അന്വേഷിക്കാം, ഈ 3 ബാങ്ക് അക്കൗണ്ടാണ് എനിക്കുള്ളത്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കൂ, ഇതിന് ഏത് പണമാണ് ഏത് രാഷ്ട്രീയ നേതാവിനാണ് പോയത് എന്ന് പറയാമായിരുന്നല്ലോ. ഇതൊന്നും പറയാണ്ട് അവരുടെ വ്യക്തിപരമായ കാര്യം, അത് തീർച്ചയായും അവരുടെ കുടുംബ പ്രശ്നമാണ്, ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഇതിലൊന്നും ഊഹാപോഹം മാത്രമാണ്, സംശയിക്കാത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഇതിൽ സംശയിക്കേണ്ട പലതുമുണ്ട്. ഈ 5 കാര്യങ്ങളെങ്കിലും, അതിൽ പറയുന്ന മറ്റു പല കാര്യങ്ങളെ ഞാൻ വിടുന്നു, പക്ഷേ ഈ 5 കാര്യങ്ങളിലും ജനങ്ങൾക്ക് സംശയമുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് സംശയമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് സംശയമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവര് ഇത്തരം വലിയ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ 5 കാര്യങ്ങളിൽ ഉറപ്പാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാൻ ഇതിന്റെ ഒന്ന് CPMോ ഭരണാധികാരികളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ നിർമ്മാതാക്കളോ മറ്റവരോ രംഗത്തെത്തിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലടക്കം ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഹണി ട്രാപ്പിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ ആർക്കും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനെല്ലാം സംശയത്തിന് ഉതകുന്ന സാഹചര്യങ്ങൾ ഈ 5 കാര്യത്തിലെങ്കിലും ഉണ്ട്. താങ്കൾ ആ കത്ത് ഒന്നും കൂടി സീരിയസ് ആയിട്ട് വായിക്കണം. എനിക്ക് താങ്കളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്, ഒരു സംശയമില്ല. താങ്കൾ ഒരിക്കൽ കൂടി ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ഇടയിലുള്ള ചില ഗ്യാപ്പുകളുടെ അർത്ഥം മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ഹരിദാസ് ജി, ഒരു മറുപടി ആവാം. ഒരു ഇവിടെ മിനിറ്റ്. ഈ 1.72 കോടി രൂപയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SFIO വരുന്നു എന്ന് പറഞ്ഞപ്പോ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള, ജനത്തിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ അനിൽ നമ്പ്യാർ നയിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ഉന്നതനായ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താണെന്നറിയോ? 2 മാസത്തിനുള്ളില് ഈ വിഷയത്തില് വീണ വിജയൻ അറസ്റ്റിലാവുമെന്ന് എനിക്ക് യാതൊരുവിധ സംശയവുമില്ലെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം അവസാനിപ്പിച്ചത്. അപ്പൊ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ചാണ് ശ്രീ ശിവശങ്കരന്റെ പ്രിയ സുഹൃത്ത്, എനിക്ക് ഈ രാഷ്ട്രീയത്തിലുള്ള എന്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, എന്റെ ശിവശങ്കര സാറെ, കക്കാൻ അറിയുന്നവന് അവർക്ക് നിൽക്കാൻ അറിയാം. അവർ ഈ അനിൽ നമ്പ്യാർ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് എത്ര ആയുസുണ്ടെന്നാണ്. 48 മണിക്കൂർ, ഏറി വന്ന 72 മണിക്കൂറിനപ്പുറമുള്ള ഈ കത്തിലെ ഈ തെളിവുകളും കാര്യങ്ങളും ഒന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലുള്ള വ്യവസായിയായിട്ടും അമേരിക്കയിലുള്ള പണക്കാരനായിട്ടും എവിടെ വെച്ചിട്ട് എന്ത് കുടുക്കിയിട്ട് എന്ത് ബിസിനസ് കാര്യങ്ങളിലും എന്ത് 10 പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ടാണ് പാർട്ടിയിലെ മുൻപോട്ട് പോകും. പിന്നെ താങ്കളുടെ സിനിമയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ളത് അത് ഈ ഡ്രഡ്ജിങ് മാതിരിയാണ്. കൊച്ചി നമ്മളെങ്ങനെയാ ചളി കുത്തിയെടുത്തിട്ടാണ് നമ്മുടെ കൊച്ചി ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പറഞ്ഞ മാതിരി സിനിമയുടെ ഫണ്ടിങ് മുഴുവൻ എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് അത് സിനിമാ നടന്മാരിലെയും നടികളിലൂടെയും വരുന്ന ഫണ്ട് തന്നെയാണ് സിനിമയിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് മുൻപോട്ട് പോകുന്നത്. അത് നേരിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഒരു സിനിമാ നടൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ എന്തായാലും നമുക്ക് സിനിമയിൽ അഭിനയിച്ചു